نستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم بنفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم وأذن في الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق സ്നേഹമുള്ള മുഅ്മിനുകളായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അവൻ കാത്തിരക്ഷിക്കുമാറാവട്ടെ, അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ വസിയ്യത്ത് യഥാവിധി കാത്തു സൂക്ഷിച്ച് ഒരു മുഅ്മിനും ഒരു മുഹ്സിനും മുത്തഖിയുമായി ജീവിക്കാനുള്ള സൗഭാഗ്യം തന്ന് നമ്മെ ഓരോരുത്തരെയും അവൻ തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, സൂറത്ത് ഹജ്ജിലെ 27-ാമത്തെ ഒരു ചെറിയ വചനമാണ് ശ്രദ്ധയിൽപ്പെടുത്തിയത്. പരിശുദ്ധമായ ഹജ്ജ് കർമ്മം, ആ കർമ്മത്തിലേക്കുള്ള അനുഗ്രഹീതമായ ദിനങ്ങൾ വളരെ വളരെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ പ്രദേശങ്ങളിൽ നിന്നായി 200 കോടി മുസ്ലിമീങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് നമ്മുടെ സഹോദരങ്ങളെല്ലാം, ഇപ്രാവശ്യം അനുമതി കിട്ടിയവരെല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ആ പുണ്യഭൂമിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ എന്താണ് ഹജ്ജ് എന്നും
നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് എന്താണ് കിട്ടേണ്ടത് എന്നും നമ്മളെപ്പോഴും ആലോചിച്ചു കൊണ്ടിരിക്കേണ്ടതാണ്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ജീവിതമാണ് ഒറ്റ വാക്കിൽ ഹജ്ജ് എന്ന് പറഞ്ഞാൽ. 4000-ലധികം കൊല്ലങ്ങൾക്ക് മുമ്പ് ചുറ്റുപാടുകളിൽ പ്രകമ്പനം കൊള്ളിച്ച് സൃഷ്ടിച്ച് കടന്നുപോയ ആ പിതാവിൻ്റെ മില്ലത്ത് അബീക്കും എന്നാണല്ലോ പറഞ്ഞ് നമ്മുടെ പിതാവിൻ്റെ ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ജീവിതത്തിലെ ചില ശകലങ്ങളാണ് ഒരു ഹാജി തൻ്റെ ജീവിതത്തിലൂടെ അഭിനയിച്ച് തീർക്കുന്നത്. ഇവരുമായി ബന്ധമില്ലാത്ത ഒരു കർമ്മവും ഹജ്ജിൽ വരുന്നില്ല. കഅബാലയം രണ്ടുപേരും കൂടെ പടുത്തുയർത്തിയിട്ട് ആ കർമ്മം പൂർത്തിയായി കഴിഞ്ഞ വേളയിൽ വാപ്പയും മകനും അതിന്റെ ചാരത്ത് നിന്ന് അല്ലാഹുവോട് തേടുകയാണ്, റബ്ബന തഖബ്ബൽ മിന്ന, പടച്ചോനെ ഈ കർമ്മം ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണമേ. ഉടനെ അള്ളാഹുവിന്റെ കൽപ്പന വരികയാണ്, ഇബ്രാഹിമേ ഈ ഭവനവുമായി കേന്ദ്രീകരിച്ച് ഹജ്ജിനു വേണ്ടി നീ ആളുകളെ വിളിക്കണം. ആ വാക്കാണ് ഞാൻ ഓതി വെച്ചത്, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്. ഹജ്ജിന് വേണ്ടി ജനങ്ങളെ വിളിക്ക്. അപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിക്കുകയാണ്, അല്ലാഹുവേ ഈ ചുറ്റുവട്ടത്ത് എവിടെയും ഒരു മനുഷ്യനില്ല, ഞാൻ എങ്ങനെ ശബ്ദമിട്ട് വിളിച്ചാലും ഒരാളും അത് കേൾക്കൂലല്ലോ, പിന്നെ ആരിങ്ങോട്ട് വരാനാണ്? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിന് മറുപടി കൊടുത്തത്, നീ വിളിക്കുക, യഗ്തൂക റിജാലൻ വഅലാ കുല്ലി ളാമിർ മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. എല്ലാ ദിക്കുകളിൽ നിന്നും ആളുകൾ നടന്നും വാഹനപ്പുറത്തൊക്കെ ആയി അതിവിടേക്ക് വരുന്നത് നിനക്ക് കാണാം. ഇബ്രാഹിം അലൈഹിസ്സലാം ചരിത്രത്തിന്റെ ഒരു ഏടുകളിൽ കാണുന്നത് അബൂ ഖുബൈസ് മലയുടെ മുകളിൽ കയറി നിന്ന് തൻ്റെ 2 ചെവികളിലേക്ക് കൈകൾ ഇങ്ങനെ തിരികെ കയറ്റി, സാധാരണ നമ്മൾ അതൊക്കെ വെച്ചുകൊണ്ട് ഈ ബാങ്ക് കൊടുക്കുമ്പോൾ ഇങ്ങനെ കൈവെക്കുമല്ലോ, ഇങ്ങനെ കൈവച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ശബ്ദം ഇങ്ങനെ വരികയാണ്, വിളിക്കുകയാണ്, യാ യുഹന്നാസ് ഇന്നല്ലാഹ ബനാ ലക്കും ബൈത. അല്ലാഹു നമുക്ക് വേണ്ടി ഇതാ ഒരു ഭവനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഫസ്തജീബൂ ലിറബ്ബിക്കും. നിങ്ങൾ ഈ ഭവനത്തിലേക്ക് അല്ലാഹുവിന്റെ വിളിക്കുത്തരം കൊടുക്കൂ എന്ന് പറഞ്ഞിട്ട് ആ കൽപ്പന വന്നു. എന്താണ് അവിടെ നിങ്ങൾക്ക് കിട്ടാനുള്ളത്? ഖുർആൻ ഈ ആയത്തിന്റെ തുടർച്ചയായി പറയുന്നുണ്ട്, ലിയശ്ഹദൂ മനാഫിഅ ലഹും വയദ്കുറു ഇസ്മല്ലാഹി ഫീ അയ്യാമി മഅലൂമാത്ത്. അവിടെ ഒരുപാട് ഉപകാരപ്രദമായ സംഗതികളുണ്ട്. അല്ലാഹുവിന്റെ നാമങ്ങൾ എണ്ണപ്പെട്ട ദിവസങ്ങൾ അവിടെ ഓർക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഹജ്ജിന്റെ റൂഹ് എന്താണ്? ഹജ്ജിന്റെ ആത്മാവ് എന്താണ്? ജീവൻ എന്താണ്? നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഒരു 4-5 സംഗതികളുണ്ട്. ഏറ്റവും പ്രധാനം തൗഹീദാണ്. 2, നമ്മൾ ഇസ്ലാമിന്റെ മർമ്മ അടിസ്ഥാനം എന്ന് പറയുന്നത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, അഥവാ അല്ലാഹുവിലുള്ള ആ വഹദാനിയത്ത്, ആ ഏകത്വം, പരലോകം, അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാർ, റസൂലുള്ള വിശ്വാസം. ഇതിന്റെ കൂടെ ലോകത്ത് മനുഷ്യൻ നിലനിൽക്കാൻ ആവശ്യം വേണ്ടതാണ് അവന്റെ മാനവികമായ മുഖം. ആ മാനവികത ലോകത്ത് ഏറ്റവും തെളിഞ്ഞു നിൽക്കുന്നത് അവിടെയാണ്. മാത്രമല്ല, ആർഭാടരഹിതമായ ഒരു മിതമായ ജീവിതം ഒരു മനുഷ്യൻ എങ്ങനെ കൊണ്ടുപോകാൻ കഴിയും? ഇങ്ങനെ തുടങ്ങി നമുക്ക് എങ്ങനെ എണ്ണിയാലും ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്നതാണ് ഹജ്ജിന്റെ കർമ്മം. നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ അതിന്റെ അടിസ്ഥാനം ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. തുടക്കം മുതൽ ഒടുക്കം വരെ പരിശോധിച്ചാലും ഹജ്ജിൽ ശിർക്ക് വരുന്ന
ഒരടയാളം പോലും എവിടെയില്ല. ഒരാരാധനയിലും ഒരു ഇരുത്തത്തിലും ശിർക്ക് വരുന്ന രംഗമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം, പ്രാർത്ഥനകൾ അവനോട് മാത്രം. ഹജ്ജ് ശരിക്കും ഇങ്ങനെ ആലോചിച്ച് നോക്കിയാല് ശരിക്കും അതിന്റെ മർമ്മം നമ്മൾ ശരിക്കും പരിശോധിച്ച് നോക്കണം. എന്താണ് ഹജ്ജ്? കുറെ ഭാഗത്ത് അവിടെ ചെന്നിരിക്കാൻ പറയാ. അതെന്ത് ഓർത്തുന്നുള്ളത് നമുക്ക് പഠിക്കാം. പക്ഷെ വേറെ ഒരു പ്രത്യേകിച്ചൊരു പ്രയാസമുള്ള ഒരു പണിയില്ല, പ്രാർത്ഥനകൾ മാത്രം. ഓക്കെ, ഹജ്ജിന്റെ റൂഹ് തൽബിയത്താണല്ലോ. ഇഹ്റാമിൽ പ്രവേശിക്കുന്ന നിമിഷം മുതൽ ചൊല്ലേണ്ടുന്ന ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ആ തുടങ്ങുന്ന വചനങ്ങളുണ്ട്, തൽബിയത്തിന്റെ വചനം. ഈ വചനം 1, 2, 3 ദിവസം വരെ, 10-ാം തീയതി വരെ ജംറയിൽ കല്ലെറിയുന്നത് വരെയും ഈ വാക്കാണ് പറയേണ്ടത്. അത് കഴിഞ്ഞാൽ പിന്നെ തക്ബീറാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ നമ്മൾ ചൊല്ലുന്ന തക്ബീറാണ്. ഇത് രണ്ടും ഏതാണ്? ഹജ്ജിന്റെ കർമ്മങ്ങൾ കഴിയുന്നത് വരെയും ഒരു ഭാഗത്ത് തൽബിയത്തും ഒരു ഭാഗത്ത് തക്ബീറുമാണെങ്കിൽ അതിന്റെ അർത്ഥം ഇതാണ്. ശരിക്കും ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്നതിന് കൊടുത്ത അർത്ഥം അല്ലാഹുമ്മ ഇന്നി അലാ ത്വാഅതിക മുഖീം, പടച്ചവനെ നിന്നോടുള്ള അനുസരണത്തിൽ ഞാനിതാ മുഖീമാണ്, ഞാൻ നിലകൊണ്ടിരിക്കുന്നു റബ്ബേ, നിന്റെ വിളിക്കുത്തരം നൽകിയിരിക്കുന്നു റബ്ബേ. ആ ജീവിതം ഇങ്ങനെ ആ വാക്കുകളിലൂടെ നിങ്ങൾ പരിശോധിച്ച് നോക്കിയേ. അള്ളാഹുവിന് ജീവിതം സമർപ്പിച്ചാൽ ഒരു ഭാഗത്ത് പോലും പരാജയം വരില്ല എന്നാണ് ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ജീവിതത്തിലൂടെ അള്ളാഹു നമ്മെ ഇങ്ങനെ കടത്തിവിടുകയാണ്. അതിൽ ഓരോ ടെസ്റ്റ് ഡോസുകൾ ഇങ്ങനെ തരികയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം സഹിച്ച ത്യാഗങ്ങളിലേക്ക് ഓരോന്നിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയാണ്. സത്യത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ ഈ തൗഹീദ് എന്ന് പറയണ്ടല്ലോ, ഇസ്ലാം എന്ന് പറയുന്ന പദത്തെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഏത് ഘട്ടത്തിലും അള്ളാഹുവിന് നമ്മുടെ ജീവിതം സമർപ്പിച്ചാൽ ആ സമർപ്പണം മുതൽ പരാജയം എന്നതില്ല എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, മിനയിൽ നിന്നാണ് ഹജ്ജ് തുടങ്ങുന്നത്. മിന എന്ന് പറയുന്ന ഒരു താഴ്വര ഒരു അതിശയ നഗരിയാണ്. അവിടെയാണ് ഇസ്ലാമിക ചരിത്രങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടക്കുന്നത്. ആ മലഞ്ചെരുവിൽ വെച്ചാണ് തന്റെ പിഞ്ചോമന മകനെ അറുക്കാൻ അദ്ദേഹം തയ്യാറാകുന്നത്. ആ ഭാഗത്തെ കുറിച്ച് അള്ളാഹു പറഞ്ഞ വാക്ക് എങ്ങനെ അറിയോ? 2 വാക്കുകൾ ആ കർമ്മങ്ങളെ മുഴുവൻ ഉൾക്കൊള്ളിക്കുകയാണ്. ഫലമ്മാ അസ്ലമ വതല്ലഹു ലിൽ ജബീൻ. നിങ്ങളുടെ കൂടെ വരണേ. ഫലമ്മാ അസ്ലമ, അദ്ദേഹം മുസ്ലിമായപ്പോൾ. അദ്ദേഹം മാത്രമല്ല, ഫലമ്മാ അസ്ലമ, അവർ 2 പേരും മുസ്ലിമായപ്പോൾ. എങ്ങനെയാണ് ആ മുസ്ലിം? തല്ലഹു ലിൽ ജബീൻ, എന്നിട്ട് അവർ കഴുത്ത് ചെരിച്ചവിടെ കിടത്തുകയാണ്. അവിടെ ഉപയോഗിച്ചത് ഫലമ്മാ അസ്ലമ. ഞാൻ പറഞ്ഞുതരാം. അവസാനം ആ മോനെ ചേർത്തിപ്പിടിച്ച് കഅബയിലെത്തി. ആ അറവിന്റെ മുമ്പിട്ട്, അറവൊക്കെ കഴിഞ്ഞ് ഇനി പിന്നെ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആ കഅബാലയത്തിന്റെ ചാരത്ത് നിന്ന് മോനെ ചേർത്തിപ്പിടിച്ചുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ അഭിലാഷമായി അള്ളാഹുവോട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയിൽ കാണാം, റബ്ബന വജഅൽനാ മുസ്ലിമൈനി ലക് വമിൻ ദുർരിയതിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക്. ആ പദം ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയണത്. റബ്ബന, പടച്ചോനെ, വജഅൽനാ മുസ്ലിമൈനി ലക്, ഞങ്ങളെ 2 പേരെയും നിന്നോട് മുസ്ലിമാക്കി മാറ്റണം. ഇങ്ങനെ മുസ്ലിമത്തൻ ലക്, നിന്റെ ഉമ്മത്ത്, നിന്റെ മക്കളിൽ നിന്നും നിനക്ക് കീഴ്പ്പെടുന്ന ആളുകളെ ഉണ്ടാക്കണം. ശരിക്കും ആലോചിച്ച് നോക്കിയേ. ഇബ്രാഹിം അലൈഹിസ്സലാം ഞങ്ങളെ 2 ആളെയും നീ മുസ്ലിമാക്ക്. 2 ആൾ മുസ്ലിമീങ്ങളല്ലേ? ആണല്ലോ. പിന്നെന്താ വീണ്ടും അങ്ങനെ പറയണത്? ഇസ്ലാമിക ജീവിതം ഈ പരിശോധിച്ചാൽ നിങ്ങളുടെ കൂടെ 1 മിനിറ്റ് കൂടി വരണം. തെറ്റിദ്ധരിക്കാത്ത വിധത്തിലാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. നിസ്കരിക്കാനും നോമ്പെടുക്കാനും ഇബ്രാഹിം അലൈഹിസ്സലാമയോട് പറഞ്ഞതായി ഖുർആനിൽ എവിടെയും കാണൂല. നിസ്കരിച്ചിട്ടില്ല എന്നല്ല അതിനർത്ഥം. നിസ്കരിക്ക് ഇബ്രാഹിം എന്ന് പറഞ്ഞിട്ടില്ല. എന്നെ നിസ്കാരക്കാരനാക്കണേ എന്ന്, ആ നിസ്കാരം നിലനിർത്തുന്നവരിൽ ഉൾപ്പെടുത്തണേ എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ ആ വാക്കല്ല പറഞ്ഞത്. മറിച്ച് എന്താ പറഞ്ഞറിയോ? ഇത് ഖാല ലഹു അസ്ലിം,
നീ മുസ്ലിം ആകുക എന്നാണ് പറഞ്ഞത്. അസ്ലിം. അതിന് ഇബ്രാഹിം അലൈഹി സ്വലാം തിരിച്ചു പറഞ്ഞ വാക്കെന്താ? എന്താണ് ഈ ഇസ്ലാം, അസ്ലംതു എന്നൊക്കെ പറഞ്ഞത്? ജീവിതത്തിലേക്ക് അള്ളാഹുവിനെ കൊണ്ടുവരിക. എങ്ങനെ ജീവിതത്തിലേക്ക് അള്ളാഹുവിനെ കൊണ്ടുവരിക? പ്രിയപ്പെട്ടവരെ, എന്റെ കൂടെ ഒരു മിനിറ്റ് ഉണ്ടാവണം. അത് ജീവിതത്തിലേക്ക് എങ്ങനെയാണ് അള്ളാഹുവിനെ കൊണ്ടുവരുന്നത്? നിസ്കരിക്കാനായിരുന്നു എന്നുണ്ടെങ്കിൽ കാബത്തിങ്കൽക്ക് പോകുന്ന പറയേണ്ടത്, മിനയിലേക്ക് വരണം എന്നല്ല പറയേണ്ടത്. ഹാജിമാരെ സംബന്ധിച്ച് ആലോചിച്ച് നോക്കും. നമ്മളെ നാട്ടിൽ നിസ്കരിക്കണം അത്രയും കൂടി നിസ്കാരം ആ ടെന്റുകളിൽ വെച്ചില്ലല്ലോ. ആകെ എത്ര ഉള്ളൂ? ഉള്ള നമസ്കാരം 4 റക്അത്ത് 2 റക്അത്തായിട്ട് ചുരുക്കിയാ നിസ്കരിക്കണത്. സുന്നത്ത് നിസ്കാരം ഇല്ല നമ്മളെ നാട്ടില്. ലൊഹറിന്റെ മുമ്പും ശേഷവും ഈ 2 റക്അത്ത് സുന്നത്ത്, 4 റക്അത്ത് ലൊഹറ്, ഈ 8 റക്അത്ത് ഇവിടെ നമ്മൾ നിസ്കരിക്കണം. അവിടെ ആകെ എത്ര നിസ്കരിക്കണുള്ളൂ? 2 നിസ്കരിക്കണുള്ളൂ. അവ നിസ്കരിക്കുന്നു പറയാൻ മാത്രമല്ലല്ലോ, പിന്നെ എന്തിനായിരിക്കും അവിടെ ഇരിക്കുന്നത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ത്യാഗങ്ങളെ കുറിച്ച് 100 നാവ് കൊണ്ട് അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് ആ ജീവിതത്തെ ഒന്നിങ്ങനെ ഓർത്തെടുത്ത് ജീവിതത്തിലേക്ക് വെച്ച് നോക്കിയേ. ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ പ്രബോധനം നാട്ടുകാരോട്, ആദ്യ ഉപ്പയോട്, കുടുംബത്തോട്, ആ നാട്ടിലെ ഏറ്റവും ക്രൂരനായ രാജാവിനോട്, അങ്ങനെ തുടങ്ങിയാൽ ആ ജീവിതത്തിൽ കാണുന്ന എന്തുമാത്രം ത്യാഗ. സ്വന്തപ്പ നമ്മുടെ വാപ്പിയും എന്ന് ചിലപ്പോ നമ്മളോട് അങ്ങനെ കയർത്തിട്ടുണ്ടാവൂല. ഇറങ്ങി പോകടാ വീട്ടിൽ നിന്ന്, നിന്നെ എനിക്ക് കാണണ്ട, നീ എന്റെ മോനല്ല എന്ന് പറഞ്ഞ് കല്ലെറിഞ്ഞു കൊല്ലുപെടാ എന്ന് പറയാം ഒരു വാപ്പ പറയുമ്പോ ആ മകൻ അനുഭവിക്കുന്ന ഒരു വല്ലാത്തൊരു സങ്കടല്ലേ. എന്നിട്ട് എന്താ തിരിച്ചു പറയണം? ഉപ്പ നിങ്ങള് എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് വേണ്ടി കുറുക്കലിന് ഞാൻ പഠിച്ചവനോട് തേടുട്ടോ. നിങ്ങൾ എന്നെ ആട്ടി വിടുകയാണെങ്കിൽ ഞാൻ അങ്ങനെ പോയിക്കോളാം, എന്നാലും നിങ്ങൾക്ക് വേണ്ടി ഞാൻ തേടും. ആലോചിച്ചോ, ഇബ്രാഹിം അലൈഹിസ്സലാം അവിടുന്ന് ഇറങ്ങി നടന്ന നടത്തത്തിന്റെ ദൈർഘ്യമൊന്ന് ഓർക്കണം. സഞ്ചരിച്ച പ്രദേശങ്ങൾ വെറുതെ ഇരുന്നൊന്ന് ആലോചിക്കുക. നമ്മുടെ കയ്യിലൊക്കെ മൊബൈൽ ഉണ്ടാവും. സമയം കിട്ടുമ്പോൾ ഇതിൻ്റെയൊക്കെ ദൂരം ഒന്ന് വെറുതെ ഇങ്ങനെ അടിച്ചു നോക്കിയാൽ മതി. ഇറാഖിൽ നിന്ന് സിറിയയിലേക്ക്, ഫലസ്തീനിലേക്ക്, ഇസ്രായേലിലേക്ക്, അവിടെ നിന്ന് മക്കയിലേക്ക്, മക്കയിൽ നിന്ന് വീണ്ടും തിരിച്ചു ഫലസ്തീനിലേക്ക്. ജനിച്ചത് ഇറാഖിലാണ്, മരിച്ചത് ഫലസ്തീനിലാണ്. ഇതിനിടയിൽ ഈ ഒരു ചെറിയൊരു ആയുസ് കൊണ്ട് എത്ര കിലോമീറ്ററുകൾ അദ്ദേഹം നടന്നിട്ടുണ്ടാവും അല്ലെ? ആ നടക്കുന്ന വേളകളിലൊക്കെ ഇപ്പോ ചരിത്രത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, ഹാജിമാര് ധരിക്കുന്ന വസ്ത്രം അടിവസ്ത്രമല്ലല്ലോ, ഒരു മുണ്ടെടുക്കുന്നു, ഒന്ന് പുതക്കുന്നു. പണ്ടൊക്കെ ഉള്ളൊരു വസ്ത്ര രീതി അങ്ങനെയാണെങ്കിൽ, വലിയ വസ്ത്രങ്ങളില്ലാത്ത കാലമാണെങ്കിൽ പോലും ഇബ്രാഹിം അലൈഹിസ്സലാം ധരിച്ച വസ്ത്രത്തിന്റെ രീതി അതായിരുന്നു എന്ന് ചരിത്രത്തിന്റെ താളുകൾ നമുക്ക് കാണാം. പ്രിയരെ, ആ ജീവിതം അറിയുക, അങ്ങനെ പകർത്തുക. എന്ത് ത്യാഗമാണ് നമ്മുടെ ജീവിതത്തിൽ ഉള്ളത്. എത്രയോ നിസ്കരിക്കുന്ന ആളുകളുണ്ട്, ആളുകളുടെ ജീവിതത്തിൽ ശിർക്കുകൾ വന്നു പോകുന്നില്ലേ? ഞാൻ ആ ശിർക്കിന്റെ രീതി പിന്നെ വിശദീകരിക്കേണ്ടതില്ലല്ലോ. സക്കാത്ത് കൊടുക്കുന്ന, നോമ്പ് കൊടുക്കുന്ന, അല്ലെ, നോമ്പെടുക്കുന്ന, ഹജ്ജ് ചെയ്യുന്ന ആളുകൾ എത്രയോ പേര് ശിർക്ക് ചെയ്യുന്നുണ്ട്. അള്ളാഹുവിന് പൂർണ്ണമായി നമ്മൾ വഴിപെട്ടിട്ടുണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്നത്തെ കാലത്ത് എന്റെ കുട്ടി പള്ളി മദ്രസയും കാര്യങ്ങളൊക്കെ കൊണ്ടു നടക്കുന്നവനാണ്. പക്ഷേ ഞങ്ങളോട്, വാപ്പയോടും ഉമ്മയോടും മോശമായി പെരുമാറുന്ന എത്ര മക്കളുണ്ട്. പണം കൊടുക്കുന്നിടത്തും വാങ്ങുന്നിടത്തും അള്ളാഹുവിന് നമ്മൾ വഴിപ്പെടുന്നുണ്ടോ? സമൂഹത്തോടുള്ള കടപ്പാടുകൾ നമ്മൾ നിർവഹിക്കുന്നിടത്ത് നമ്മുടെ സൂക്ഷ്മത എത്രയാണ്? ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ ജീവിതം പരിശോധിക്കുമ്പോഴാണ് സമൂഹത്തോടുള്ള ബാധ്യത വരിക. അദ്ദേഹം പ്രാർത്ഥിച്ചില്ലേ, പടച്ചോനെ, ഞാൻ താമസിക്കുന്ന എന്റെ ഈ നാട് നിർഭയത്വമുള്ള നാടാക്കണം. കഴിഞ്ഞില്ല. റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിനൻ വർസുഖ് അഹ്ലഹു മിനസ് സമറാത്തി. എന്റെ മക്കൾക്ക് വിശിഷ്ടമായ ഭക്ഷണം കൊടുക്കണം, ഈ നാട്ടുകാർക്ക് നല്ല അന്നം കൊടുക്കണം. നാടിന്റെ മേന്മയ്ക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു കടപ്പാട് നിർവഹിക്കലല്ലേ? നിങ്ങൾ അങ്ങനെ ആലോചിച്ച് നോക്കിയേ. എല്ലാ വിഷയത്തിലും ഇബ്രാഹിം നബിയെ നമ്മൾ
ഒന്നിച്ച് പകർത്തിയെടുക്കണം നമ്മുടെ ജീവിതം കൊണ്ട്. അങ്ങനെ നമ്മുടെ മനസ്സിൽ എല്ലാ നിലയിലും അല്ലാഹു, ആ അള്ളാന്റെ സ്ഥാനത്ത് വേറൊരു പടപ്പും ഒരു സൃഷ്ടിയും അവിടെ വരാൻ പാടില്ല. അങ്ങനെ അല്ലാ എന്ന ഒരു മാനസികാവസ്ഥ പ്രിയരെ നമുക്ക് ഉണ്ടാക്കണം എന്നാണ് ഇസ്ലാം എന്നതിന്റെ ഒരു അർത്ഥം. ഒന്നുകൂടി നിങ്ങൾ ആലോചിച്ച് നോക്ക്. അവിടെ കഴിഞ്ഞില്ല. തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത്, ഓരോ കർമ്മങ്ങളും ചിലതൊക്കെ നമ്മൾ പരിശോധിച്ചാൽ എന്തിനാ ചെയ്യുന്നത്? ഹബീബായ റസൂല് അങ്ങനെ പറഞ്ഞു തന്നു. ഖുദൂ അന്നീ മനാസികക്കും, ജീവിതത്തിൽ എല്ലാ സ്ഥലങ്ങളിലും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരണമെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന വാക്കാണത്. മാത്രമല്ല കേട്ടോ, നിങ്ങള് ഒന്നുകൂടി ശാന്തായി ഇങ്ങനെ ആലോചിച്ച് ഓരോ കർമ്മങ്ങളും. ഇപ്പൊ മിനയിലേക്ക് ഇഹ്റാമിൽ പ്രവേശിച്ച് പോവുക, കുളിച്ച് വൃത്തിയായി നല്ല ആ കഫം പുടവ പോലെയുള്ള 2 വസ്ത്രം ധരിച്ച് പിന്നെ പോകുന്ന ആ മിന എന്ന് പറയുന്നത് എത്ര സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും ഒരു കബറിൽ കിടക്കുന്ന വലുപ്പമുള്ള ബെഡ് നമുക്കൊക്കെ തരിക. ഒരു കബറിൽ കിടക്കുന്ന ഫീലിംഗ് അല്ലേ? ആ ഫീലിംഗിൽ നിന്ന് നേരെ പോകുന്നത് പിറ്റേന്ന് എവിടേക്കാണ്? അറഫയിലേക്കാണ്. ഒരു മഹിശറയിലേക്ക് പോകുന്നത് പോലെ. നമ്മൾ ഏത് ഗ്രൂപ്പിൽ പോയാലും, ഗവൺമെന്റ് ആണെങ്കിലും അല്ലാത്ത ഏത് ഗ്രൂപ്പിൽ പോയാലും ശരിക്കും ശ്രദ്ധിച്ചു നോക്കണം. അവിടെ നിന്നാൽ ഉടയവരും ഉറ്റവരുമില്ലല്ലോ. നഫ്സി നഫ്സി, ആർക്കും ആരുടെയും കാര്യമല്ല, എന്റെ കാര്യം മാത്രം വെച്ചുകൊണ്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നൊരു രംഗം, ഖൽബുൻ സലീം കിട്ടാനുള്ളൊരു പ്രാർത്ഥനാ രംഗം. മഹ്ശറയില് എല്ലാ അമ്പിയാക്കന്മാരും കരയുകയാണെന്നാണ്. ശരിക്ക് ആ മഹ്ശറയിൽ നിൽക്കുന്നത് പോലെ അറഫയിൽ പോയി നിന്ന ആളുകൾക്കൊക്കെ അറിയാം. കരഞ്ഞ് കരഞ്ഞ് അടുത്താരുണ്ടോന്ന് നോക്കുന്ന ഒരു പരിപാടിയില്ല. അവനവന്റെ കാര്യം പറഞ്ഞുകൊണ്ട് കരഞ്ഞ് പാപങ്ങളെ കഴുകിക്കളയുന്ന രംഗങ്ങൾ ഒന്നുകൂടി നോക്കുക. ഈ കരയലിലൂടെ നമ്മുടെ പാപങ്ങൾ ഒഴുകിപ്പോകണല്ലോ, അതിന് പറ്റിയ സ്ഥലമാണ് അറഫ. കുന്നില്ലാത്ത പരന്ന സ്ഥലാണ്, വിശാലമായ ഭൂമിയാണ്. ഇതിനു വേണ്ടി അള്ളാഹ് ഒരുക്കിയതുപോലെ വരെ പഠിക്കണം. നബിയുടെ വഫാത്തിന് ശേഷം JCB കൊണ്ടൊന്ന് നിരത്തിയിട്ട് പരത്തിയ സ്ഥലമൊന്നുമല്ലല്ലോ അത്. ആ കാലഘട്ടത്തിൽ ഒരു ചെറിയ ചെടി പോലും അവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത്? ഒരു അത്യാവശ്യമൊക്കെ നിൽക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി കടുപ്പമുള്ള ചൂട് കൂടിയിട്ട് ആ ചൂടിൽ നിന്ന് ആളുകൾ മരിച്ചു വീഴുന്ന പല കാഴ്ചകളും ഉണ്ടായപ്പോ അതിന് ചെറിയൊരു ആശ്വാസം കൊടുക്കുന്നതിന് വേണ്ടിയാണ് ചെറിയ മരങ്ങളൊക്കെ അവർ വെച്ചുപിടിപ്പിച്ചത്, ടെന്റുകൾ ഉണ്ടാക്കിയത്. ഒരു ടെന്റും ഇല്ലാത്ത ഒരു ദിവസത്തിന്റെ പകുതിയിൽ അള്ളാഹുവോട് പ്രാർത്ഥിച്ചു നിൽക്കുന്ന ഒരു രംഗം. എങ്ങനെ? അള്ളാഹുവും മലായികങ്ങളും അവരിറങ്ങി വരുന്നൊരു സമയം. കുറച്ചും പറഞ്ഞില്ലേ, അറഫയില് എന്റെ അടിയാറുകളെ നോക്കിയിട്ട് അഭിമാനം കൊണ്ട് ഞാൻ ഇറങ്ങി വരുന്നതാണ്. പ്രിയരെ, ഞാനത് പറഞ്ഞെന്തിനറിയോ? ആ ദിനത്തില് ഇൻഷാ അല്ലാഹ് ദുൽഹിജ്ജ 9, ഞാൻ അടുത്ത സമയത്ത് ഇനി പറയാൻ സമയമല്ല എന്നുണ്ടെങ്കിലാണ്, അറഫയില് നിൽക്കുന്ന വേളയിൽ നമ്മുടെ നാട്ടിലെ ദുൽഹിജ്ജ 9 നമ്മളും ആ നോമ്പെടുക്കണം. അള്ളാഹ് നമ്മളോട് പറഞ്ഞത് പ്രാർത്ഥിച്ചോളൂ, ഞാൻ അത് ഖബൂല് ചെയ്യാന്നാണ്. ചോദിക്കൂ, ഞാൻ തരാം. പ്രിയപ്പെട്ടവരെ, പിന്നെ തുടങ്ങണാണല്ലോ ആ അറഫയിൽ നിന്ന് നേരെ മുസ്ദലിഫ. വല്ലാത്തൊരു സ്ഥലം. ശീതീകരിച്ച റൂമിൽ നിന്ന് പോകുന്ന ആളുകളാണ്, ഒരു കിടത്താണ്. ആ മുസ്ദലിഫയിലെ വഴിയോരത്ത് റോഡിൽ കിടക്കുക, മുകളിൽ മാനം മാത്രം. ഖലീലായ ഇബ്രാഹിം അലൈഹിസ്സലാം എത്രയെത്ര വഴികളിൽ അങ്ങനെ കിടന്നിട്ടുണ്ടാവും നമ്മുടെ ഉപ്പ. ഈ നടത്തത്തിനൊക്കെ ഇടക്ക് ഒരു സൗകര്യമല്ലല്ലോ, ജീവിതത്തിലേക്ക് ഓർമ്മ വരണ്ടേ. അതാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ. ഫലമ്മ അസ്ലമ എന്ന് പറയുന്നത് അതാ. ഞാൻ പറഞ്ഞത് ഇതാണ്. അങ്ങനെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളെവിടെയാ അള്ളാഹ്ക്ക് കീഴ്പ്പെട്ടിരിക്കണം? നമ്മളെവിടെ ഒരു ത്യാഗം അനുഭവിക്കാൻ ഒരു മനസ്സുണ്ടായിട്ടുള്ളത്? ഒന്നുകൂടി നോക്ക്. ആ ജംറയിലുള്ള കല്ലേറുണ്ട് പ്രിയപ്പെട്ടവരെ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ചെറിയ കല്ലാണ് ജംറയിൽ എറിയാൻ എടുത്തത്, കിട്ടിയത്. അപ്പൊ നബിയോട് ചോദിച്ച്, റസൂലേ, ചെറിയ കല്ലാണ്, ഇത് മതിയാകുമോ എന്ന് ചോദിച്ചു.
അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്തറിയാമോ? ലാ തഅലു ഫീ ദീനിക്കും. വലിയ കല്ലൊന്നും വേണ്ട. ചില ആൾക്കാരൊക്കെ അവിടെ ചെന്നിട്ട് ബാഗ് വരെ അന്തല്ലാതെ എറിഞ്ഞിട്ട് അങ്ങനെ കളയുന്ന ആളുകളുണ്ട്. ചെറിയ കല്ല വേണ്ടുള്ളൂ. എവിടെ? മനസ്സിലാണ്. ആ ഏറ് മനസ്സിലുള്ള ചിലതിനെ വലിച്ചെറിയലാണ്. മനസ്സിലെ കിബിറുണ്ടെങ്കിൽ, അവിടെ ഫസാദ് ഉണ്ടെങ്കിൽ, അവിടെ ഹസദ് ഉണ്ടെങ്കിൽ, അവിടെ പകയുണ്ടെങ്കിൽ, അവിടെ ഐബത്തിന്റെ മനസ്സുണ്ടെങ്കിൽ, അവിടെ നമീബത്തിന്റെ ത്വരയുണ്ടെങ്കിൽ എല്ലാം വലിച്ചെറിയണം. ഉള്ളിൽ നിന്ന് എല്ലാം പോകണം. എല്ലാം പോയി ഒരു ഫ്രീ ആയ ഒരു മനസ്സ്, അല്ലെ? അങ്ങനെ നിങ്ങൾ ഇങ്ങനെ ശരിക്കും ആലോചിച്ച് നോക്കി. അവിടെ നിൽക്കുന്ന മനുഷ്യന്മാര് ശരിക്കും ഹറമിൽ പോയാലാണ് ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും അവിടെ ഉണ്ടാവുമല്ലോ. എല്ലാ വേഷങ്ങളും, ഓരോ രാജ്യക്കാർക്ക് ഓരോ വേഷമാണ്. ചില വേഷങ്ങൾ കണ്ടാൽ പഠിച്ചനെ ഇതാ അവിടുത്തെ രാജകീയമായ വസ്ത്രമായിരിക്കുമല്ലോ അത്. ആ നാടിൽ ഏറ്റവും മുന്തിയ വസ്ത്ര അതിട്ടായിരിക്കും അവർ വന്നിട്ടുണ്ടാവുക. പക്ഷെ ഇവിടേക്ക് കയറുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, അള്ളാഹുവിന്റെ മുമ്പിൽ വരുന്ന വേളയിൽ എല്ലാരും ഒരേ തുണിയാ, ഒരേ വേഷമാണ്. വേഷം നോക്കിയിട്ട് തിരിച്ചറിയുന്നില്ല. റബ്ബ് നിങ്ങളുടെ വേഷം വേണ്ട, ഒന്നും വേണ്ട. ഞാൻ ആലോചിക്കാറുണ്ട്, ഈ ഇതിൽ നിന്ന് തഹല്ലുലാവണമെങ്കിൽ മുടിയെടുക്കണം. മുടിയെടുക്കുക എന്ന് പറഞ്ഞാൽ മുടിയാണല്ലോ സത്യത്തിൽ നമ്മുടെയൊക്കെ ഏറ്റവും വലിയ സൗന്ദര്യത്തിന്റെ ഒന്നാമത്തെ അടയാളം മുടിയാണ്. ആ മുടി അങ്ങ് എടുത്തു കഴിഞ്ഞിട്ട് എല്ലാവരും കൊണ്ട് മൊട്ടടിച്ചു കഴിഞ്ഞാൽ ഇതിൽ ആരുടെ സൗന്ദര്യത്തിന് എന്താ വില ഉള്ളത്? പടച്ചോ നിങ്ങളുടെ ഭൗതിക സൗകര്യം ഒന്നും വേണ്ട. ഇത്രത്തോളം മാനവികത നിലനിൽക്കുന്ന ലോകത്തെ വേറെ ഒരു സ്ഥലം അള്ളാന്റെ ദുനിയാവിൽ കാണോ? നിങ്ങൾ എല്ലാ വിഭാഗത്തിന്റെ ആരാധനാ കേന്ദ്രങ്ങൾ എടുത്തോളൂ. നമ്മൾ ഓരോന്നോരോന്ന് എടുത്തു പറയുന്നില്ല. എവിടെ എടുത്തോളൂ, ഹജറുൽ അസ്വദ് മുത്താനുള്ള അവകാശം ആഫ്രിക്കയിലെ, ഉഗാണ്ടയിലെ, അല്ലെങ്കിൽ അതുപോലുള്ള നാടിലെ ആ കാപ്പിരിച്ചക്കനും, സൗദി അറേബ്യയിലെ ഖാദിമുൽ ഹറമൈൻ എന്ന് പറയുന്ന അവിടുത്തെ ഭരണാധികാരികൾക്കൊക്കെ ഒരേ അവകാശം. ഞമ്മക്കും അതെ, അവർക്കും അതെ. അവിടെ ആരെയും തടയില്ല. പിന്നെ ചിലപ്പോ അവിടെയൊക്കെ ആരോഗ്യമൊക്കെ ഒന്ന് പരീക്ഷിക്കേണ്ടി വരുന്നു മാത്രം. അത് ആഗ്രഹം കൊണ്ടുള്ള മൽപ്പിടുത്തം കൊണ്ട് മാത്രമായിരിക്കും. അവകാശം എല്ലാവർക്കും തുല്യ. ഈ ഇരിക്കുന്ന ഇരുത്തത്തിനൊരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ പള്ളിയിലുള്ള ഇരുത്തത്തിനൊരു പ്രത്യേകതയുണ്ട്. അത് മനസ്സിലാകുന്നത് എനിക്കും നിങ്ങൾക്കും അല്ല, പുറത്തു നിന്ന് ഒരാള്. ഇപ്പൊ ഇക്കഴിഞ്ഞ ദിവസം ഒരു പത്രത്തിൽ നിങ്ങൾ വായിച്ചില്ലേ, തൊട്ടടുത്ത സംസ്ഥാനത്തിലെ തമിഴ്നാട്ടിലെ താരശോഭയുള്ള ഒരാള് ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ ചോദിച്ചു, എന്താ നിങ്ങൾ അങ്ങനെ ഇസ്ലാമിക്ക് പോണെന്ന? ഒന്നുമില്ല, പല വിഭാഗങ്ങളിൽ നിന്നും പല കോണുകളിൽ നിന്നും നിന്ദ്യമായ പെരുമാറ്റങ്ങൾ കണ്ടപ്പോ എനിക്ക് അഭിമാനം തന്നത് ദീനാണെന്ന. അവർണർക്ക് മാത്രമല്ല, സവർണർക്കും അഭിമാനം തരുന്നത് അള്ളാന്റെ ദീനാണ്. ഇവിടങ്ങളിൽ നോക്കിയേ, ഇതിന്റെ ഈ ഒന്നാമത്തെ സഫിൽ ആർക്കാ ഫസ്റ്റ് കിട്ടുന്നെങ്കിൽ അവൻ, പിന്നെ ഏറ്റവും വലിയ ആചാര്യ വന്നാലും അയാൾ പിന്നിലുള്ളെങ്കിൽ അവിടെ ചാടി വരുന്നതില്ലല്ലോ. ഇത് ഈ ഒന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമിലേക്ക് ഈ അടുത്ത കാലത്ത് കടന്നു വന്ന, കുറച്ചു മുമ്പ് ഒരു 4-5 വർഷം മുമ്പ് നടത്തിയ പഠനത്തില് നിങ്ങൾ ഇസ്ലാമിലേക്ക് വരാനുള്ള കാരണം എന്താണ്? 1000-ങ്ങളോളം വരുന്ന ആളുകൾക്കിടയിൽ നടത്തിയ ഒരു പഠനത്തിൽ അവർ പറഞ്ഞത് എന്തറിയാമോ? ഇസ്ലാമിലുള്ള ഈ ഇരുത്തത്തിന്റെ രീതിയാണെന്നാണ്. നിങ്ങളുടെ കാൽ ചുവട്ടിൽ എന്റെ തല വെച്ചാൽ മാത്രമാണ് സുജൂദാവുള്ളൂ, അല്ലേ? ആ സുജൂദിന്റെ ക്രമം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. അന്റെ കാലിലോട്ടിൽ എന്റെ തല വെക്കാൻ പറ്റില്ല എന്ന് തോന്നിയാൽ നിസ്കാരം നടക്കൂലല്ലോ. ഞാൻ ഇസ്ലാമിന്റെ ആ മഹത്വം ഓരോന്നും നിങ്ങൾ ചേർത്തി വായിച്ചു നോക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ മഹത്തായ സ്ഥലം കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഒരുങ്ങണ്ടേ നമ്മൾ നിർബന്ധമായും ഒരുങ്ങണം. കാരണം എന്തറിയാമോ? മൻ കാന ലഹു സഅ വലം യുഹജ്ജ ഫൽയമുത് യഹൂദിയൻ ഔ നസ്റാനിയൻ മാഹും ബിമുസ്ലിമീൻ മാഹും ബിമുസ്ലിമീൻ മാഹും ബിമുസ്ലിമീൻ 3 പ്രാവശ്യം പറഞ്ഞത്. ഒരാൾക്ക് സൗകര്യം ഉണ്ടായിട്ട് ആ ഭവനം സന്ദർശിക്കാൻ ഒരുക്കമില്ലാത്ത ആളുകളാണെങ്കിൽ, ഉമർ റളിയല്ലാഹു അൻഹു ഈ സക്കാത്തും ജിസിയയും ടാക്സ് പിരിക്കാൻ വേണ്ടി ആളുകളെ അയക്കുക. ആ നേരത്ത് പറഞ്ഞു, സമ്പത്ത് ഉണ്ടായിട്ട് സൗകര്യം ഉണ്ടായിട്ട് ഹജ്ജ് ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് നിങ്ങൾ സക്കാത്ത് വാങ്ങിക്കരുത്.
അവർ നിന്റെ വാങ്ങാവൂന്നറിയോ? ജിസിയെ വാങ്ങാവൂ. ജിസിയ മുസ്ലിം അല്ലാത്ത ആളുകൾക്ക് നമ്മളിപ്പോ ഗവൺമെന്റ് കൊടുക്കുന്നത് പോലെ ടാക്സിനാണ് അത് പറയാ. അതേ വാങ്ങാവൂ. സക്കാത്ത് അവർക്ക് വാങ്ങരുത്. കാരണം എന്തറിയാമോ? ഈ വാക്ക് പറയാണ്, സൗകര്യം ഒരാൾക്കുണ്ടായിട്ട് വലം യുഹജ്ജ, അവൻ ഹജ്ജ് ചെയ്തിട്ടില്ല എങ്കിൽ ഫൽയമുത്ത് യഹൂദിയൻ ഔ നസ്രാനിയൻ, അവൻ മരിച്ചു പോകേണ്ടത് ആരായിട്ട് അറിയാമോ? ഈ എണ്ണിയ ആളുകളായിട്ടാണ്. മാഹും ബി മുസ്ലിമീൻ, അവർ മുസ്ലിം അല്ലല്ലോ എന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്ര ഗൗരവത്തിലാണ് ഇതിനെ കാണുന്നത്. എന്തിനാ നമുക്ക് കുറെ പറമ്പും വയലുകളും ബിൽഡിങ്ങുകളും? എന്തിനാണ് കുറെ സ്വർണ്ണാഭരണങ്ങൾ ഹജ്ജ് ചെയ്യാതെ? നമ്മുടെ സമ്പാദ്യം ഈ മഹത്തായ കർമ്മം ചെയ്യാൻ സൗഭാഗ്യമില്ലാതെയാണ് നമ്മൾ മരിച്ചു പോകുന്നതെങ്കിൽ നമ്മൾ ഖബർ കിടക്കുമ്പോൾ എന്തായിരിക്കും നമ്മുടെയൊക്കെ അവസ്ഥ? അതുകൊണ്ട് ഇസ്ലാമിന്റെ ഓരോ കർമ്മങ്ങളും നമ്മൾ എടുത്തിങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ വളരെ അഭിമാനം തോന്നുന്ന വിധത്തിലാണ് കാര്യങ്ങളെല്ലാം ഉള്ളത്. നന്നായി പഠിക്കണം. നേരത്തെ പറഞ്ഞല്ലോ, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിയുടെ ജീവിതം നമുക്ക് കിട്ടുന്നത് ഇസ്ലാം, മുസ്ലിം എന്നതാണ്. അത് വെറും ഈ 4 ചുമരുകൾക്കുള്ളിലുള്ള ജീവിതമല്ല. ഇതിന് പുറത്ത് ജീവിതത്തിന്റെ ഓരോ സാഹചര്യങ്ങളിലും അള്ളാഹുവിന് സമർപ്പിതനായി പടച്ച റബ്ബിന്റെ മാർഗത്തിലുള്ള ത്യാഗബോധമുള്ള മനസ്സുമായി നമുക്ക് ജീവിക്കാൻ കഴിയാന്നുള്ളതാണ്. അതിനുവേണ്ടി ശ്രമിക്കണം, നല്ലപോലെ പ്രാർത്ഥിക്കണം. നമ്മളെ ഈ മഹാന്മാരിൽ നിന്ന്, അമ്പിയാക്കന്മാരിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയണം. പടച്ച റബ്ബ് അതിനുള്ള തൗഫീഖ് തന്ന് നമ്മെ ഓരോരുത്തരെയും അവൻ തുണക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖിഹി നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്. ശക്തമായ ഭാഷയിൽ തന്നെ ആവശ്യപ്പെടുകയാണ്. അള്ളാഹു അതിന് നമുക്കെല്ലാം തൗഫീക്ക് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മളിപ്പോൾ ഉള്ള ഈ സമയം ദുൽഹിജ്ജ തുടങ്ങിക്കഴിഞ്ഞല്ലോ. ഏറ്റവും പുണ്യകരമായ സമയങ്ങളാണിത്. ഇവിടെ നമ്മൾ തക്ബീറുകൾ, തഹ്മീദുകളെല്ലാം വർദ്ധിപ്പിക്കണം. ഒഴിവ് സമയം കിട്ടിയാൽ തക്ബീർ, തഹ്ലീൽ, തഹ്മീദുകൾ ഇതുപോലുള്ളതെല്ലാം നമ്മൾ വർദ്ധിപ്പിക്കണം. പിന്നെ നമുക്ക് നോമ്പ്, സുന്നത്ത് നോമ്പ് എടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായും അത് എടുക്കാൻ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് അറഫ നോമ്പ് നിർബന്ധമായും നമ്മൾ എടുക്കണം. ഞാൻ പറഞ്ഞു, ദുൽഹിജ്ജ 9 നോമ്പാണത്. മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇൻഷാ അല്ലാഹ് പെരുന്നാൾ പ്രഖ്യാപിച്ച ദിവസം നിങ്ങൾക്കറിയാലോ, 28-ാം തീയതി വ്യാഴാഴ്ചയാണ്. ബലിപെരുന്നാളിന്റെ ഒരു സുന്നത്ത് എന്ന് പറയുന്നത് നേരത്തെ നമസ്കരിക്കുക എന്ന് പറയുന്നതാണ്. സുബഹി കഴിഞ്ഞ ഉടനെ. അപ്പോ ഒരു ഭക്ഷണം കഴിക്കാതെയാണ് നമ്മൾ മുസല്ലയിലേക്ക് വരേണ്ടത്. അപ്പൊ കുറച്ചുകൂടി നേരത്തെ ആവണം ഇൻഷാ അല്ലാഹ്. മഴ, ഈ അന്തരീക്ഷം ഇല്ലെങ്കിൽ, മഴ ഇല്ലെങ്കിൽ നമ്മുടെ നമസ്കാരം നമ്മൾ സാധാരണ നിർവഹിക്കുന്നത് പോലെ തൃക്കാക്കര മൈതാനിയിൽ 7:10 മഴയുടെ കാലാവസ്ഥയാണെങ്കിൽ നമ്മുടെ പള്ളിയിൽ വെച്ച് അത് സമയത്താണ് നമ്മൾ നിർവഹിക്കുക. പ്രത്യേകം അത് ഓർമ്മ വെക്കണം. മാത്രമല്ല, ഈ പെരുന്നാളിനെ സംബന്ധിച്ചിടത്തോളം പെരുന്നാളിന് നിയ്യത്ത് വെച്ച് തന്നെ കുളിക്കൽ സുന്നത്താണ് എന്നാണ്. ഉള്ളതിൽ വെച്ച് നല്ല വസ്ത്രങ്ങൾ ഉടുത്തുകൊണ്ടാണ്, പുതിയ വസ്ത്രം ഉടുത്തുകൊണ്ടാണ്, സുഗന്ധം പൂശിക്കൊണ്ടാണ് നമ്മൾ വരേണ്ടത്. മാത്രമല്ല, ഈ ഈദ് പെരുന്നാളിന് നമസ്കാരവും ആശംസകൾ അറിയിക്കലൊക്കെ വളരെ പ്രധാനമാണ്, സുന്നത്താണ്. കൂടെ നമ്മുടെ ബന്ധു വീടുകൾ സന്ദർശിക്കൽ അതിലേറെ പുണ്യമാണ്. ബന്ധങ്ങൾ ഇന്നുണ്ട്, പക്ഷെ സന്ദർശനങ്ങൾ കുറവായിരിക്കും. പരമാവധി അതിനും നമ്മൾ സമയം കാണണം. അന്നത്തെ കർമ്മത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മളുടെ ബലികർമ്മം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ബലികർമ്മത്തിൽ പങ്കുചേർന്നവരും അല്ലാത്തവരും ആ കർമ്മത്തിൽ എന്ത് ചെയ്യണം? ആ സാന്നിധ്യം അവരെ അറിയിക്കണം. നമ്മൾ ഈ കാലഘട്ടത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അനാവശ്യമായി ഇതിൻ്റെ വീഡിയോ എടുക്കുക, അതിങ്ങനെ പ്രചരിപ്പിക്കുക, അങ്ങനത്തെ പരിപാടികളൊന്നും നമുക്ക് വേണ്ട. കാരണം നമ്മൾ ആ കർമ്മത്തിൽ സന്നിഹിതരാവുക.
ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു സൂക്ഷ്മത നമ്മൾ പുലർത്താൻ ശ്രദ്ധിക്കുക. ഇത്തരം കാര്യങ്ങളാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം പറയാനുള്ളത് സഹോദരങ്ങളെ, ഞാൻ കഴിഞ്ഞ ഒരു മാസം മുമ്പുള്ള ഖുതുബകളിൽ സൂചിപ്പിച്ചിരുന്നു. നമ്മൾ റമളാനോടനുബന്ധിച്ച സമയങ്ങളിലൊക്കെ നമ്മൾ ഇതിന്റെ തൊട്ട് നമ്മൾ കുറച്ച് സ്ഥലമെടുത്തിരുന്നു. ഇൻഷാ അല്ലാഹ് അത് ഈ മാസത്തിലോ അല്ലെങ്കിൽ ജൂൺ മാസത്തോടു കൂടിയോ നമുക്കതിൻ്റെ ബന്ധപ്പെട്ട രേഖകളെല്ലാം സ്വന്തമാക്കേണ്ടതുണ്ട്. 30 ലക്ഷത്തോളം രൂപ ഇനി അതിലേക്ക് സമാഹരിക്കാനുണ്ട്. നമ്മൾ അതിലേക്ക് പണം നൽകാമെന്ന് ഓഫർ ചെയ്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എല്ലാവരുടെയും സഹകരണം ഇൻഷാ അല്ലാഹ് നിർബന്ധമാണ്. മാത്രമല്ല, ആളുകൾ പണം തന്നതിന്റെ, അവർ വഖഫ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അത് ഉപകാരപ്പെടുന്ന രൂപത്തിൽ നമുക്ക് ആ സ്ഥലത്തെ തയ്യാർ ചെയ്യേണ്ടതുണ്ട്. അവിടെ ബിൽഡിങ്ങുകളും നമ്മുടെ പള്ളിയുടെയും ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെയും എക്സ്റ്റൻഷൻ നമുക്ക് വരുത്തിയും വേണം. അതുകൊണ്ട് എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായം നിർബന്ധമായും ഉണ്ടാകണമെന്ന് സ്നേഹത്തോടുകൂടെ സഹോദരങ്ങളെ അറിയിക്കുകയാണ്. നന്മയുടെ വഴിയിൽ നമ്മൾ നിരതരാകുക. ഇസ്ലാം എന്ന, മുസ്ലിം എന്ന ആ വാക്കിനെ അന്വർത്ഥമാക്കുന്ന വിധത്തിൽ നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക, പ്രാർത്ഥിക്കുകയും ചെയ്യുക. റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യുമാറാവട്ടെ. അവന്റെ കാരുണ്യത്തിന്റെ ചിറകിനടിയിൽ കഴിഞ്ഞുകൂടാൻ സൗഭാഗ്യം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും അല്ലാഹു ഉൾപ്പെടുത്തുകയും തൃപ്തിപ്പെടുകയും ചെയ്യുമാറാവട്ടെ. ദുആ, പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് സഹോദരങ്ങളുണ്ട്. രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങൾ, ചികിത്സയിലുള്ള ആളുകൾ, അതേപോലെ തന്നെ അപകടങ്ങൾ സംഭവിച്ച ആളുകൾ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന നമ്മുടെ എല്ലാ സഹോദരങ്ങളുടെയും ആ രോഗത്തിന്റെ വിഷമത അല്ലാഹു അവന്റെ ഇസ്സത്ത് കൊണ്ട്, അവന്റെ ഖുദ്റത്ത് കൊണ്ട് തന്നെ അത് കൊണ്ട് ശിഫ നൽകി ആഫിയത്തുള്ള ജീവിതം കൊടുത്ത് നമ്മുടെ സഹോദരങ്ങളെ അല്ലാഹു അനുഗ്രഹിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യുമാറാവട്ടെ. അവർക്ക് ശിഫ നൽകട്ടെ അല്ലാഹു ആഫിയത്ത് നൽകട്ടെ. അവരെയും നമ്മെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സകല മുസീബത്തുകളിൽ നിന്നും അല്ലാഹു നമ്മെയും അവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ ഐശ്വര്യപൂർണമായ അവന്റെ കൃപാകടാക്ഷം നമ്മിലും നമ്മുടെ കുടുംബങ്ങളിലും ഉമ്മത്തിലുമൊക്കെ അല്ലാഹു സദാ വർഷിക്കുമാറാവട്ടെ. അല്ലാഹുവിന് എല്ലാ സമയങ്ങളിലും കീഴ്പ്പെടാനുള്ള ഒരു മനസ്സ് തന്ന് അല്ലാഹു നമ്മെ തുണക്കുമാറാവട്ടെ. ഈ ലോകം വിട്ട് പിരിയുന്ന വേളയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചവനെ കണ്ടുമുട്ടാൻ അല്ലാഹു നമുക്കെല്ലാം സൗഭാഗ്യം നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ونجنا من القوم الظالمين ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين وسلام على المرسلين والحمد لله رب العالمين.